നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൽ വ്യാപാരിയെ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. കാറളം വില്ലേജിലെ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ SSLC +2 VHSC അവാർഡുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ വ്യാപാരിയെ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. 3 പേരെ കടിച്ച തെരുവുനായിയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയ നായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച രാവിലെ മുതൽ ഇരിങ്ങാലക്കുട വെറ്റിനറി ആശുപത്രിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ മാർക്കറ്റ് പരിസരത്ത് നായകളെ പിടികൂടി പേ വിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചത്ത തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചതോടെ മാർക്കറ്റിലെ വ്യാപാരികൾ അടക്കമുള്ളവർ ആശങ്കയിലാണ്. പലയിടത്തായി കൂട്ടം കൂടി നടക്കുന്ന 20ഓളം തെരുവുനായ്ക്കൾ മാർക്കറ്റിലുണ്ട്. നിരവധി വ്യാപാരികളും തൊഴിലാളികൾക്കും പുറമെ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരും മാർക്കറ്റിലുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണ സാധ്യതയുള്ളതിനാൽ ഇവയെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ചയാണ് ലോട്ടറി കച്ചവടം നടത്തുന്ന കോടാലി സ്വദേശി വാസുപുരത്ത് സണ്ണി എന്നയാളെ അക്രമാസക്തനായ നായ ആദ്യം കടിക്കുന്നത്. പിന്നീട് പച്ചക്കറി വ്യാപാരം നടത്തുന്ന ചന്തപ്പുര ചാത്തേലി ഔസഫ്, ഇയാളുടെ സഹായി മടത്തിക്കര തീതായി ലിജോ എന്നിവരെയും നായ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ ചാലക്കുടി ആശുപത്രിയിലും മറ്റുള്ളവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും ചികിത്സ തേടി പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ് എടുത്തു. നാട്ടുകാർ പിടികൂടിയ നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇരിങ്ങാലക്കുട സ്വദേശിനി 91 വയസ്സുകാരിയായ വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തി സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 15 വർഷം കഠിന തടവും പിഴയും. പാലക്കാട് ആലത്തൂർ കിഴക്കഞ്ചേരി കണ്ണംകുളം സ്വദേശി അവിഞ്ഞക്കാട്ടിൽ 40 വയസ്സുള്ള വിജയകുമാറിനെയാണ് ഇരട്ട ജീവപര്യന്തം തടവിനും 15 വർഷം കഠിന തടവിനും 1,35,000 രൂപ പിഴയടയ്ക്കുന്നതിനും ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹൻ ശിക്ഷിച്ചത്. 2022 ആഗസ്റ്റ് 22-ന് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വയോധികയെ അടുക്കളയിൽ നിന്നും ബലമായി എടുത്തുകൊണ്ടുപോയി മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും കഴുത്തിൽ അണിഞ്ഞിരുന്ന 2.5 പവനോളം വരുന്ന സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് പ്രതിയെ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 29 സാക്ഷികളെയും 52 രേഖകളും 21 തൊണ്ടി വസ്തുക്കളും ഹാജരാക്കി. അതിജീവിത സംഭവത്തിന് ശേഷം 8 മാസത്തിനകം മരണമടഞ്ഞു. ശാസ്ത്രീയ തെളിവുകളും പ്രതിയുടെ കുറ്റസമ്മത മൊഴിപ്രകാരം കണ്ടെടുത്ത സ്വർണ്ണമാലയും കേസിൽ പ്രധാന തെളിവായി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ലൈസൻസ് ഓഫീസർ TR രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. അന്നത്തെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിരുന്ന അനീഷ് കരീം, SI-മാരായ KR സുധാകരൻ, KV ജസ്റ്റിൻ, ASI മെഹറുന്നിസ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിരുന്ന അനീഷ് കരീമാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കാറളം വില്ലേജിലെ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം EK നായനാർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS രമേശ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ മാലാന്ദ്ര, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ വലിയാറ്റിൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി റിനിൽ, ജഗിജി കായംപുറത്ത്, ബീന സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സർവേ മാപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഗംഗാധരൻ KP സ്വാഗതവും സർവേ സൂപ്രണ്ട് സിന്ധു AG നന്ദിയും പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന വളരെ സ്മാർട്ടായ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ റവന്യൂ വകുപ്പ് ഡിജിറ്റൽ ഭൂരേഖ ഏവർക്കും നൽകാൻ കഴിയുന്ന വിധത്തിൽ
നമ്മുടെ ഡിജിറ്റൽ സർവേ അതിദ്രുതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓരോരുത്തരുടെയും കൈവശമുള്ള, അത് വ്യക്തികളാകട്ടെ സംഘടനകളാകട്ടെ വ്യത്യസ്ത ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് ഏജൻസികളാകട്ടെ അവരുടെയൊക്കെ കൈവശമുള്ള ഭൂമിയുടെ കൃത്യതയോടെയുള്ള അടയാളപ്പെടുത്തൽ സാധ്യമാകുമെന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇതിനകം തന്നെ കേരളം ലോകത്തിന്റെ മുൻപാകെ വളരെ മാതൃകാപരമായ ഒട്ടേറെ മോഡലുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ SSLC+2 VHSC അവാർഡുകൾ വിതരണം ചെയ്തു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അവാർഡ് ദാന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ +2 വിഭാഗം പ്രിൻസിപ്പൽ MK മുരളി, VHSC പ്രിൻസിപ്പൽ സൂരജ് ശങ്കർ, ഹെഡ്മിസ്ട്രസ് TK ലത, PTA പ്രസിഡന്റ് V ഭക്തവത്സലൻ എന്നിവർ ആശംസകൾ നേർന്നു. SSLC വിഭാഗത്തിൽ അദ്വൈത് സെബാസ്റ്റ്യനും, VHSC വിഭാഗത്തിൽ അർജുൻ K ഷിബുവിനും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആൻസി സുനിലിനും അവാർഡ് സമ്മാനിച്ചു. പ്രോഗ്രാം കൺവീനർ VR സുകുമാരൻ സ്വാഗതവും പ്രസ് ക്ലബ് ട്രഷറർ CK രാഗേഷ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് എപ്പോഴും അവരുടെ പഠിക്കുന്ന സ്കൂളിൽ ഒരു അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 15 വർഷമായിട്ട് പ്രസ് ക്ലബ്ബ് ഈ ഒരു ചടങ്ങ്, അതായത് ഗവൺമെന്റ് സ്കൂളുകളിലെ ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച 3 വിദ്യാർത്ഥികളെയാണ്. ഇതിപ്പോ SSLC കുട്ടി 1, പിന്നെ നമ്മുടെ +2 വിദ്യാർത്ഥി 1, VHSCയിലെ, അങ്ങനെ 3 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് അവാർഡ് വിതരണം നടത്തുന്നത്. ആദ്യമേ തന്നെ ഈ അവാർഡ് ജേതാക്കളായ ആൻസിയെയും അതുപോലെ അദ്വൈത്, അർജുൻ, ഇവരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് അവർക്ക് ഈ ഒരു അവാർഡിന് അർഹരാവാൻ സാധിച്ചത്. നിങ്ങളും ചിലപ്പോൾ നിസ്സാരമായ ഒരു മാർക്കിനായിരിക്കും നമ്മുടെ മറ്റു കുട്ടികൾ പിറകിലായിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ തുടർച്ചയായി 3-ാം വർഷവും ദുബായിലെ ജുമേറ മദീനാത്ത് ഹോട്ടലിൽ പരിശീലനത്തിന്. കോളേജിലെ ചാവറ സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ 21 വിദ്യാർത്ഥികൾക്ക് വിസയും വിമാന ടിക്കറ്റും വിതരണം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാശ്രയ വിഭാഗം മേധാവി ഫാദർ വിൽസൺ തറയിൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KJ വർഗീസ്, കോർഡിനേറ്റർ ഡോക്ടർ വിവേകാനന്ദൻ, ഷീബ വർഗീസ്, ടോയ് B ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗ മേധാവി പയസ് ജോസഫ് സ്വാഗതവും അജിത് മാണി നന്ദിയും പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി വിദ്യാർത്ഥികൾ പുറപ്പെടും. I hope so. This is a great event in your life that you have been selected for an internship with one of the most renowned hotels in the world. With the name renowned hotel, നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരക്കാണ്. അപ്പൊ ഇതിന്റെ പിന്നാലെ നിന്ന് പ്രവർത്തിച്ച ആരൊക്കെയാണെന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. എന്റെ ആദ്യത്തെ അഭിനന്ദനം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ അധ്യാപകർ, പ്രത്യേകിച്ച് 7ാമത്തെ ഡിപ്പാർട്ട്മെന്റിലായ പായസ് സാറും അതുപോലെ തന്നെ തോബി സാറും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും അഭിനന്ദനം. എനിക്കൊരു പക്ഷേ ഇവിടെ ഈ പായസ് സാർ ഒരു ദിവസം 2-3 തവണ ഇങ്ങനെ വിളിക്കും, അതുപോലെ തന്നെ തോബി സാർ. അപ്പൊ ഞാൻ പലപ്പോഴും എന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഓരോ തവണ വിളിക്കുമ്പോഴേ അവർ നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ വളരെ അതിശയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ അവിടെ ഉള്ളത്. ഓക്കെ, ആ ഡെഡിക്കേഷന്റെ ഒരു ഫലമാണ് നിങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ വ്യാപാരിയെ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. കാറളം വില്ലേജിലെ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി.
ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ SSLC +2 VHSC അവാർഡുകൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.